ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് സ്പ്രെഡ് ഓപ്പറേറ്ററിനെ കുറിച്ചാണ്. സ്പ്രെഡ് ഓപ്പറേറ്റർ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്നത് നമുക്കൊരു അറേയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെയോ അൺപാക്ക് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമുക്കത് കോപ്പി ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സ്പ്രെഡ് ഓപ്പറേറ്റർ ഉപയോഗിക്കാം. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് അറേ വേരിയബിൾ നെയിമിന് മുമ്പ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ മുമ്പോ നമ്മൾ ഇതുപോലെ ആ വേരിയബിൾ നെയിമിന് മുമ്പായിട്ട് നമ്മൾ 3 ഡോട്ട്സ് ഇതുപോലെ കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു വാല്യൂ സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും, അതിനെ അൺപാക്ക് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനെ കോപ്പി ചെയ്യാനൊക്കെ സാധിക്കും. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ VS കോഡ് ഓപ്പൺ ചെയ്യുന്നു. ആദ്യം നമ്മളൊരു അറേ ഇവിടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, AR1. ഇതിൽ നമ്മൾ 10, 20, 30 ഇതുപോലെ കൊടുക്കുന്നു. പിന്നെ നമ്മൾ മറ്റൊരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു, ലെറ്റ് AR2. ഇതിൽ നമ്മൾ 40, 50, 60 ഇതുപോലെ കൊടുക്കുന്നു. ഇനി നമ്മൾ മറ്റൊരു അറേ AR3. AR3 ഈക്വൽ ടു, ഉദാഹരണമായി നമുക്ക് ഈ 2 അറേ നമുക്ക് കൂട്ടി യോജിപ്പിക്കണമെങ്കിൽ നമുക്ക് സാധാരണ നമുക്ക് AR1.concat എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. concat അതിനുള്ളിൽ നമുക്ക് രണ്ടാമത്തെ അറേ ഏതാണോ അത് കൊടുക്കുക, AR2. ഇനി നമുക്ക് console.log ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് AR3 പ്രിന്റ് ചെയ്ത് നോക്കാം. അറേ 3 സേവ് ചെയ്യാം, റൺ ചെയ്ത് നോക്കാം. നമുക്ക് ഈ 2 അറേയും കൂട്ടിയിട്ടുള്ള ഒരു 2 അറേയും കൂട്ടി യോജിപ്പിച്ച ഒരു സിംഗിൾ അറേ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. 10, 20, 30, 40, 50, 60 ഇതുപോലെ. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു വാല്യൂ കൂടി ആഡ് ചെയ്യണമെങ്കിൽ, ഉദാഹരണമായി നമ്മളുടെ AR3.push എന്ന് പറയുന്ന മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പുഷ് എന്ന് പറയുന്ന മെത്തേഡിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ട വാല്യൂ കൊടുക്കുന്നു. ഉദാഹരണമായി ഞാനിവിടെ 70 കൊടുക്കുന്നു. 70 കൊടുക്കുന്നു. നമുക്ക് റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 10, 20, 30, 40, 50, 60, 70 അവസാനമായി ആഡ് ആവുന്നു. നമ്മൾ സാധാരണ രീതിയിൽ ഈ ഒരു രീതിയിലാണ് ചെയ്തിരുന്നത്. നമുക്ക് സ്പ്രെഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഇത് വളരെ ഈസി ആയി ചെയ്യാവുന്നതാണ്. നമുക്ക് തൽക്കാലം ഇത് ഇത്രയും ഭാഗം ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്ത ശേഷം നമ്മൾ ആദ്യമായി നമുക്ക് AR1 ഇതുപോലെ പ്രിന്റ് ചെയ്ത് നോക്കാം. AR1 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ 10, 20, 30 എന്ന് നമുക്കിതുപോലെ അറേ ലഭിക്കുന്നതായിരിക്കും. ഇനി AR1ന് മുമ്പായി വേരിയബിൾ നെയിമിന് മുമ്പായി നമ്മൾ 3 ഡോട്ട് കൊടുക്കാം. 3 ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ സ്പ്രെഡ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അത് അൺപാക്ക് ചെയ്യുന്നതായിരിക്കും. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അറേ അതിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കും. നമുക്ക് 10, 20, 30 എന്ന് വ്യത്യസ്ത ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വാല്യൂസ് ആണ് ലഭിക്കുന്നത്. ഇപ്പോൾ അറേ ഉണ്ടായിരിക്കില്ല. ഇതാണ് യഥാർത്ഥത്തിൽ സ്പ്രെഡ് ഓപ്പറേറ്റർ ചെയ്യുന്നത്. ഇതിനെ അൺപാക്ക് ചെയ്യുന്നു. നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് നേരത്തെ ചെയ്ത പോലെ നമുക്ക് രണ്ട് അറേ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനൊക്കെ സാധിക്കും. നമുക്ക് ആദ്യമായി എങ്ങനെ അറേ കോപ്പി ചെയ്യാമെന്ന് നോക്കാം. നമ്മളിവിടെ ലെറ്റ് AR3 ഈക്വൽ ടു, നമുക്ക് ഈ ഒരു അറേ കോപ്പി ചെയ്യണമെങ്കിൽ, ലെറ്റ് AR1 കോപ്പി ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതുപോലെ 3 ഡോട്ട് കൊടുത്ത ശേഷം നമുക്ക് AR1 കൊടുത്താൽ മതി. AR1 കൊടുത്തതിന് ശേഷം നമ്മൾ AR3 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ AR1ൻ്റെ കോപ്പി നമുക്ക് AR3യിൽ ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ AR3 ആണ് പ്രിന്റ് ചെയ്തത്. നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്ത ശേഷം ഇതുപോലെ സ്പ്രെഡ് ഓപ്പറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള വാല്യൂ എല്ലാം കോപ്പി ആവുന്നതായിരിക്കും. അതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ കൂട്ടി യോജിപ്പിക്കണമെങ്കിൽ, നമുക്ക് AR1ഉം AR2ഉം കൂട്ടി യോജിപ്പിക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 3 ഡോട്ട് കൊടുത്ത ശേഷം AR1 കൊടുക്കുക, കോമ കൊടുക്കുക, പിന്നെ ഏതാണ് കൂട്ടി യോജിപ്പിക്കേണ്ടത്. നമ്മൾ AR2 കൊടുക്കുക, സേവ് ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ 10, 20, 30, 40, 50, 60 എന്നതുപോലെ ലഭിക്കും. നമ്മൾ നേരത്തെ concat മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തത് നമുക്കിതുപോലെ വളരെ ഈസിയായി ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ പുഷ് മെത്തേഡ് ഉപയോഗിച്ചൊരു വാല്യൂ ഇതിലോട്ട് ആഡ് ചെയ്തിരുന്നു. അറേ 3 എന്ന് പറയുന്ന അറയിലോട്ട് നമ്മളൊരു വാല്യൂ ആഡ് ചെയ്തിരുന്നു. അത് നമുക്ക് ഇതിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ AR2ന് അവസാനം വന്നതിന് ശേഷം കോമ കൊടുക്കുക, 70 ഒന്ന് കൊടുക്കുക, സേവ് ചെയ്യാം. ക്ലിയർ ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 70 ഇവിടെ നമുക്ക് അവസാനം ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ 70നെ കൂടാതെ നമുക്ക് ഇനി എത്ര വാല്യൂ വേണമെങ്കിലും ഇതുപോലെ ആഡ് ചെയ്യാം. 70, 80, 90, 90 സേവ് ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ആ അറയിലോട്ട് നമുക്ക് മറ്റു വാല്യൂസും ഇതുപോലെ ആഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇത്ര ഈസി ആയിട്ടാണ് ഇപ്പോൾ ചെയ്തത്. സ്പ്രെഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് വളരെ ഈസിയായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നേ ഉള്ളൂ. ഇതിന് മുമ്പായിട്ട് ഈ AR1ന് മുമ്പായിട്ട് നമുക്ക് ഇനി വാല്യൂ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ 100 എന്ന് കൊടുക്കാം, കോമ കൊടുക്കാം, സേവ് ചെയ്യാം. നമ്മൾ കൊടുത്ത വാല്യൂ ആദ്യം 100 ആദ്യം വരുന്നതായിരിക്കും. 100, 10, 20, 30 ഇതുപോലെ നമുക്ക് ഓർഡറിലും കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് അറേയിൽ നമുക്ക് ഇതുപോലെ ഈ സ്പ്രെഡ് ഓപ്പറേറ്റർ ഉപയോഗിക്കാം. അതുപോലെ സെയിം നമുക്ക് ഒബ്ജക്റ്റിലും ഉപയോഗിക്കാൻ സാധിക്കും. ഉദാഹരണമായി ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. object1 ലെറ്റ് obj1 നമുക്കറിയാം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ കർലി ബ്രാക്കറ്റിനുള്ളിലാണ്.
ഇതിനുള്ളിൽ നമ്മൾ കീ വാല്യൂ പെയർസ് ആണ് കൊടുക്കുന്നത്. ആദ്യത്തെ കീ എന്ന് പറയുന്നത് കൺട്രി ആണ്. കൺട്രി കോളൻ കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ വാല്യൂ നമ്മൾ ഇന്ത്യ എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ മറ്റൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. മറ്റൊരു ഒബ്ജക്റ്റ് 2 ക്രിയേറ്റ് ചെയ്യുന്നു, obj2. ഓക്കെ, ഇതിൽ നമ്മൾ കൊടുക്കുന്നത് ലാംഗ്വേജ് നമ്മൾ ഹിന്ദി എന്ന് കൊടുക്കുന്നു, ഹിന്ദി. ഓക്കെ, അതുപോലെ നമ്മൾ മൂന്നാമതൊരു ഒബ്ജക്റ്റ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നു, ലെറ്റ് obj3 ഒബ്ജക്റ്റ് 3. ഈ ഒബ്ജക്റ്റിനുള്ളിൽ നമ്മൾ കൊടുക്കുന്ന കീ വാല്യൂ പേഴ്സ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ ആണ്. സോ പോപ്സ് എന്ന് കൊടുക്കാം. പോപ്സ് നമ്മൾ ഒരു 20,000 എന്ന് തൽക്കാലം ഇതുപോലെ കൊടുക്കുന്നു. സോ ഇപ്പോൾ 3 ഒബ്ജക്റ്റാണുള്ളത്. എനിക്ക് 3 ഒബ്ജക്റ്റും കൂടിയിട്ട് നമുക്ക് ഒരൊറ്റ ഒബ്ജക്റ്റായി കിട്ടണമെന്ന് ലഭിക്കുക. വളരെ ഈസിയാണ്. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ സ്പ്രെഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ചതിന് ശേഷം. സോ ഞാനിവിടെ ലെറ്റ് ഒബ്ജക്റ്റ് 4 ഈക്വൽ ടു നമ്മളിതുപോലെ കർലി ബ്രാക്കറ്റ് കൊടുക്കുക. അറേ ആണെങ്കിൽ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക, ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ കർലി ബ്രാക്കറ്റ് ഇതുപോലെ കൊടുക്കുക. ഇതിനുള്ളിൽ നമുക്ക് ഒബ്ജക്റ്റ് 1, ഒബ്ജക്റ്റ് 2, ഒബ്ജക്റ്റ് 3 ആണ് നമുക്ക് ലഭിക്കേണ്ടത്. സോ നമ്മൾ 3 ഡോട്ട് കൊടുക്കുക, obj1 കോമ കൊടുക്കാം. സോറി, ഇത് കർലി ബ്രാക്കറ്റിനുള്ളിൽ തന്നെ കൊടുക്കുക. 3 ഡോട്ട് കൊടുക്കുക, obj1 കോമ, വീണ്ടും 3 ഡോട്ട് obj2. ഏതൊക്കെ ഒബ്ജക്റ്റാണ് നമ്മൾ കൂട്ടി യോജിപ്പിക്കാൻ പോകുന്നത്. അതുപോലെ 3 ഡോട്ട് കൊടുക്കുക, obj3. സേവ് ചെയ്യാം. സോ നമുക്ക് obj4 ഒബ്ജക്റ്റ് 4 നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സേവ് ചെയ്യാം, പ്രിൻറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ക്ലിയർ ചെയ്ത ശേഷം നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. സോ നമുക്കിതുപോലെ കൺട്രി ഇന്ത്യ, ലാംഗ്വേജ് ഹിന്ദി, പോപ്പുലേഷൻ 20,000 ഇതുപോലെ ഒരൊറ്റ സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഉദാഹരണമായി ഞാനിവിടെ കൺട്രിയുടെ താഴെ നമ്മൾ മറ്റൊരു കീ വാല്യൂ കൂടി കൊടുക്കുന്നു, ക്യാപിറ്റൽ നമുക്ക് ന്യൂ ഡൽഹി എന്ന് കൊടുക്കാം. ന്യൂ ഡൽഹി, അവിടെ ഒരു കോമ കൊടുക്കാം, ക്യാപിറ്റൽ ന്യൂ ഡൽഹി. ഓക്കെ, സേവ് ചെയ്യാം. സേവ് ചെയ്ത് ഇനി റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ കൂടി അതിലോട്ട് ആഡ് ആയിട്ടുണ്ടായിരിക്കും. സോ കൺട്രി ഇന്ത്യ, ക്യാപിറ്റൽ ന്യൂ ഡൽഹി, ലാംഗ്വേജ് ഹിന്ദി, പോപ്പുലേഷൻ 20,000. ഈ ഒരു രീതിയിൽ നമുക്ക് സ്പ്രെഡ് ഓപ്പറേറ്റർ ഒബ്ജക്റ്റിൻ്റെ കൂടെയും ഇതുപോലെ ഉപയോഗിക്കാൻ സാധിക്കും. ഒബ്ജക്റ്റ് കോപ്പി ചെയ്യുന്നതിനും അതുപോലെ ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുന്നതിനുമൊക്കെ നമുക്ക് ജോയിൻ ചെയ്യുന്നതിനുമൊക്കെ നമുക്ക് ഈ ഒരു സ്പ്രെഡ് ഓപ്പറേറ്റർ ഉപയോഗിക്കാം. സ്പ്രെഡ് ഓപ്പറേറ്റർ മെയിൻലി ചെയ്യുന്നത് ആ ഒരു ഒബ്ജക്റ്റിൽ നിന്നും അറേയിൽ നിന്നും ആ വാല്യൂസിനെ അൺപാക്ക് ചെയ്യുകയാണ്, സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.